ഗോകുൽ ഇപ്പോൾ എവിടെയാണ്? വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് മേപ്പാടിയിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നത്. നിലവിൽ അവിടെ എന്താണ് അവസ്ഥ, പറയൂ. ഇപ്പോഴും ഈ നിൽക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നിരവധി പേർ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ. പലർക്കും തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ എവിടെയാണ് എന്നുള്ള വിവരങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെട്ട് പലരും ഇവിടെ ഒന്ന് നോക്കുന്നു. ചിലർക്ക് കാണുന്നു, പക്ഷേ ചിലർക്ക് കാണാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടെങ്കിൽ അവരെ കാണാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. ഓരോ നിമിഷവും ഇങ്ങനെ ആംബുലൻസുകൾ മൃതദേഹവുമായി പോകുന്ന കാഴ്ചകൾ, ഇങ്ങനെ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഓരോ നിമിഷവും നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുക. നിരവധി പേർ ഇവിടെ വന്ന് അന്വേഷിക്കുന്നുണ്ട്, പല സ്ഥലത്തും ചോദിക്കുന്നു, പക്ഷേ അങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ അതറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മടങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. ചിലർക്ക് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ, അങ്ങനെ ഉള്ള വലിയ വിഷമമുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഓരോ ആളുകൾക്കും ഇവിടെ ഉണ്ടാകുന്നത്. നിരവധി പേർ ഇങ്ങനെ വന്ന് അന്വേഷിച്ച് മടങ്ങിപ്പോകുന്നുണ്ട്. ചേട്ടാ, നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു വന്നതാണോ? അല്ലല്ല, നമ്മൾ ഇത് ഇങ്ങനെ ഓരോരുത്തരുണ്ട്, മൂപ്പര് അന്വേഷിച്ചു വന്നതാണോ? അങ്ങനെ പലരും അന്വേഷിച്ചു വന്നതുകൊണ്ട് ചിലർ സന്നദ്ധ പ്രവർത്തനത്തിനായൊക്കെ തന്നെ ഇവിടേക്ക് വന്നവരുമുണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ കാണുമ്പോൾ കാഴ്ച രാവിലെ തന്നെ ഏകദേശം ഒരു 5 മണിക്ക് തന്നെ നിരവധി പേർ വന്ന് അന്വേഷിക്കുന്നു. ഇപ്പോൾ ചിലർക്ക് മൃതദേഹം ഇവിടെ നിന്ന് മൃതദേഹം കാണുമ്പോൾ അത് കൊണ്ടുപോകുന്നു. അടുത്തുള്ള പള്ളികളിലൊക്കെ തന്നെ അടക്കുന്ന അല്ലെങ്കിൽ ശ്മശാനത്തിൽ അടക്കുന്ന അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും നിരവധി മൃതദേഹങ്ങൾ ഇവിടെ ഇപ്പോഴും തിരിച്ചറിയപ്പെടാതെ കിടക്കുന്നുണ്ട്. ഓരോരുത്തരും വന്ന് നോക്കുന്നു. ഓരോ സമയത്തും അതിൻ്റെ സംഖ്യ കൂടുകയാണ്. അത്തരത്തിൽ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നമുക്ക് കൂടുതൽ ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകാം. അവിടെ ഏതെങ്കിലും തരത്തിൽ ചേട്ടാ ആരെങ്കിലും അന്വേഷിച്ചു വന്നാണോ? പലർക്കും പ്രതികരിക്കും.